മക്കളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി 2026 ആദ്യ ആഴ്ച ഇതാ തീരാൻ പോകുകയാണ്. 2026 ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ ഓട്ടം എന്ന് പൂർത്തിയാകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ ഓട്ടത്തിൻ്റെ ഓരോ യാത്രകളിലും ദൈവത്തിൻ്റെ വിചാരം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തുമാത്രം പ്രകടമാക്കാൻ സാധിക്കുന്നുവോ അതിനനുഗുണമായിട്ടാണ് ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തെയും കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കുക. ഇന്ന് കർത്താവ് തരുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കാം. പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായം 10 വാക്യം. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും തിന്മ പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് പ്രവർത്തിക്കാത്തവന് ഐശ്വര്യം എന്നും നിലനിൽക്കും. അതായത് നമ്മുടെ ഐശ്വര്യം കെട്ടുപോകുന്നതിൻ്റെ കാരണം പാപം ചെയ്യാൻ കഴിവുള്ള കാലത്ത്, പാപം ചെയ്യാൻ സാഹചര്യമുള്ള അവസരത്തിൽ ആ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തിന്മയ്ക്ക് എപ്പോഴും നോ പറയുവാനും നന്മയ്ക്ക് എപ്പോഴും യെസ് പറയുവാനുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ സുഹൃത സമ്പന്നമായൊരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ നയിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണം, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, പലരും പല വിധത്തിലും നമ്മെ നശിപ്പിക്കാൻ കടന്നു വരാൻ കാരണം പാപ സാഹചര്യങ്ങളെ നമ്മൾ വിട്ടുപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ സാഹചര്യങ്ങളിലൂടെ വലിയ വലിയ പാപത്തിലേക്ക് കടന്നു പോകുകയാണ്. ഒരു ചെറിയ ചെറിയ മണൽത്തരി കൂടിച്ചേർന്ന് വലിയ മരുഭൂമി ഉണ്ടായിത്തീരുന്ന പോലെ, ചെറിയ ചെറിയ മഴത്തുള്ളികൾ വീണ് വീണ് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പോലെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ അവസരങ്ങളെയും പാപത്തിൽ നിന്നും പാപ സാഹചര്യം വിട്ടുപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.